Hello kids, welcome to Laugh and Learn TV. ഹലോ കിഡ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് സി ആയിരുന്നു. ഇന്ന് പഠിക്കുന്നത് ഡി ആണ്. ക്യാപിറ്റൽ ലെറ്റർ ഡി ആൻഡ് സ്മോൾ ലെറ്റർ ഡി. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഡി എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാൻഡിങ് ലൈൻ ദെൻ കേർവ് ലൈനാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഡി വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ക്യാപിറ്റൽ ഡി ആൻഡ് സ്മോൾ ലെറ്റർ ഡി. ഡി ഫോർ ഡോർ, ഡി ഫോർ ഡോൾ, and D for drum, and D for duck. Once more, D for door, D for doll, D for drum, D for duck. Tick the thing whose name begins with letter D. അപ്പോൾ ലെറ്റർ ഡി വരുന്ന തിങ്സിന് നമ്മൊന്ന് ടിക്ക് ചെയ്യണം എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ കൈറ്റ്, ഡക്ക്, ഒക്ടോപ്പസ്, കാർ. ഇതിലേതാ? duck. D for duck. What is this? D for duck. D വരുന്നതിന് എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യാനാണ് പറയുന്നുള്ളത്. Then trace the letter D. നമുക്ക് ട്രേസ് ചെയ്യണം കേട്ടോ. ഇതെല്ലാം ട്രേസ് ചെയ്തതാണ്. ട്രേസ് ചെയ്യണത് അങ്ങനെ ഫസ്റ്റ് സ്റ്റാൻഡിങ് ലൈൻ ദെൻ കേർവ് ലൈൻ. ഫസ്റ്റ് സ്റ്റാൻഡിങ് ലൈൻ ദെൻ കേർവ് ലൈൻ. D for dolphin. What is this? D for dolphin. The letter D, capital letter D and small letter D. അപ്പോൾ നമുക്കിതൊന്ന് ട്രേസ് ചെയ്ത് കൊടുത്തിട്ട് പഠിക്കാം. അപ്പോൾ ഈസിയാണ്. ഫസ്റ്റ് എന്താ വെച്ചാൽ ലൈൻസൊക്കെ പഠിച്ചാൽ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഡി ഫോർ ഡി. ഓക്കെ, ദെൻ അടുത്തത് വന്നിട്ടുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ഇ. ആൽഫബറ്റിക് ഇ ആണ്. ക്യാപിറ്റൽ ലെറ്റർ ഇ ആൻഡ് സ്മോൾ ലെറ്റർ ഇ. അപ്പം ക്യാപിറ്റൽ ലെറ്റർ എങ്ങനെയാണ് ചെയ്യാവുന്ന? സ്റ്റാൻഡിങ് ലൈൻ ദെൻ 3 സ്ലീപ്പിംഗ് ലൈൻ വരച്ചാൽ എന്ത് വരും? നമ്മുടെ ഇ വരും. ഇത് സ്മോൾ ലെറ്റർ ഇ. ഇ ഫോർ എഗ്, ഇ ഫോർ എൻജിൻ, ഇ ഫോർ എലിഫന്റ്, ഇ ഫോർ എൽബോ. വൺസ് മോർ. ഇ ഫോർ എഗ്, ഇ ഫോർ എൻജിൻ, ഇ ഫോർ എലിഫന്റ്, ഇ ഫോർ എൽബോ. Circle the thing whose name begins with letter E. Dog, envelope, balloon, house. അപ്പോൾ ഏതിനാണ് സർക്കിൾ ചെയ്യേണ്ടത്? എംവലപ്പിനാണ് സർക്കിൾ ചെയ്തത്. E for envelope. ഓക്കെ, ട്രേസ് ദ ലെറ്റർ ഇ. ഇ എങ്ങനെയാകുമ്പോൾ വരക്കേണ്ടത്? ഫസ്റ്റ് സ്റ്റാൻഡിങ് ലൈൻ 3 സ്ലീപ്പിംഗ് ലൈൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫബറ്റിക് ഇ കിട്ടും. ഓക്കെ, ഇ ഫോർ എലിഫന്റ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ ലൈൻസ് പഠിച്ച എല്ലാ കുട്ടികൾക്കും ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.